അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അപ്പൊ ഇന്ന് ഓണായത് കൊണ്ട് എന്ത് ചെയ്യാ, രാവിലെ തന്നെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് എനിക്ക് കിച്ചണിലേക്ക് കയറണം. ഉച്ചയ്ക്ക് ശേഷം കുറെ പേര് വിരുന്നുകാർ വരാനുണ്ട്. വീടൊക്കെ ഞാൻ ഇന്നലെ തന്നെ തുടച്ച് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ നമുക്ക് രാവിലെ ദേ വിളക്ക് വെക്കാം, എന്തായാലും കുളിച്ചിട്ട് വിളക്ക് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് വിളക്ക് വെക്കാണ്. അപ്പൊ ദേ ഏട്ടതേ പുറത്തുനിന്ന് എന്തോ വണ്ടിയൊക്കെ കഴുകിയിട്ട് കയറി വരുന്നുട്ടാ. അങ്ങനെ വിളക്കൊക്കെ വെച്ച ശേഷം ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് ഇങ്ങനെ ഇന്നലെ രാത്രി പൂക്കളിട്ടതൊക്കെ നോക്കി നിൽക്കായിരുന്നു. ഇന്നലെ കിടന്നപ്പോ തന്നെ സമയം 2 മണിയൊക്കെ ആയിട്ടാ ഞാൻ കയറി കിടന്നത്. പിന്നെ രാവിലെ തന്നെ 6 മണി 5:30 5:45 ഞാൻ എണീക്കുകയും ചെയ്തു. അങ്ങനെ അത് എണീറ്റിട്ട് പിന്നെ എനിക്ക് അടുക്കളയ്ക്ക് കയറാനുണ്ട്. കുറച്ച് വിരുന്നുകാരൊക്കെ വീട്ടിലേക്ക് വരാനുണ്ട്. അപ്പൊ കിച്ചണിലേക്ക് കയറിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കണം. രാത്രി കുറച്ച് കഷ്ടപ്പെട്ടാലും നേരം വെളുക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷാട്ടാ. എന്നാലും എല്ലാ ഓണത്തിനും ഇതുപോലെ തന്നെയാണ്. ഞാൻ രാത്രി കിടക്കുമ്പോൾ നേരം വൈകും. അങ്ങനെ ഞാൻ വേഗം കിച്ചണിലേക്ക് കയറുന്നുണ്ട്. വേഗം ചായ വെക്കണം, ചോറ് വെക്കണം, കറികളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ പച്ചക്കറി അരിയായിട്ട് ഞാൻ ഇരിക്കണത്. ചേന ചെത്തുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ, നമുക്കൊരു കാള വെക്കാനാണ്. അപ്പൊ തലേദിവസം നേരം വൈകി കിടന്ന കാരണം ഞാൻ അതൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കാറുണ്ട്. പക്ഷെ ഇന്നലെ നേരം വൈകി കിടന്ന കാരണം എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ ഏട്ടൻ വന്നിട്ട് പറഞ്ഞത് കാബേജ് ഏട്ടൻ അരിഞ്ഞു തരാനായിട്ട് ഏട്ടൻ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ കാബേജ് അരിയുന്ന ഒരു മെഷീൻ ഉണ്ട്, വല്ല പച്ചക്കറി അരിയുന്ന ഒരു മെഷീൻ ഉണ്ട്. നമുക്ക് അതിൽ കാബേജും കൂടെ അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ഏട്ടൻ അത് ചെയ്ത് തരാനായിട്ട് ഏട്ടൻ പറയുന്നത്. അപ്പൊ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാബേജ് അരിയാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഏട്ടൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒപ്പം തന്നെ ഞാൻ വേഗം സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഞാൻ വേഗം അരിഞ്ഞു വെച്ചു. പിന്നെ പയർ മത്തങ്ങയ്ക്കുള്ള മത്തങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ കഷ്ണം പിന്നെ അങ്ങനെയൊക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. കുക്കറിൽ വേഗം ഞാൻ സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് വേഗം ഉണ്ടാക്കാണ്. അപ്പൊ ഏട്ടൻ പറഞ്ഞ് തേങ്ങ ചിരകി തരാം, കാളനിലേക്കും അവിയലിലേക്കും കാബേജിലേക്കും തേങ്ങ വേണമല്ലോ. അപ്പൊ ഏട്ടൻ ചിരകി തരാന്നായിട്ട് പറയുന്നത്. അപ്പൊ ഏട്ടൻ ചിരകി തരാൻ നിൽക്കുകയാണ്. അപ്പൊ അത് പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ട് കുക്കറിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ അപ്പുറത്ത് തന്നെ പയറും മത്തങ്ങ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം സാമ്പാർ ആയിട്ടുണ്ട്. അത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടാ. പിന്നെ വേഗം ഒരു പാൽക്കാപ്പി ഉണ്ടാക്കി ഞാൻ കുടിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വന്നു. അപ്പൊ ഒരു പാൽക്കാപ്പി ഉണ്ടാക്കി കുടിക്കണം, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോഴായിട്ട് ഏട്ടൻ പറഞ്ഞത് പുട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പുട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, സാമ്പാർ ഇത് കാച്ചി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കാബേജ് നമുക്ക് തോരൻ വെക്കാട്ടെ പെട്ടെന്ന്. അപ്പൊ അങ്ങനെ കാബേജ് തോരൻ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്, പുട്ടും ഇപ്പുറത്ത് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏട്ടന് ഞാൻ വേഗം പുട്ടും പഴം കൂടി കൊടുത്തു. ഇപ്പുറത്ത് കാളനിലേക്കുള്ള കൂട്ട് ഞാൻ അരച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ തൊട്ട് ഇപ്പുറത്ത് ഇരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പയറും മത്തങ്ങ എരിശ്ശേരി വെക്കാനുള്ളതാണ്. അപ്പൊ അതും മിക്സിയിൽ തേങ്ങയൊക്കെ അരച്ച് ഞാൻ അതും സെറ്റാക്കി എടുക്കുന്നുണ്ട്. വേഗം വേഗം ഈ കറികളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അമ്പലത്തേക്ക് പോകണമെങ്കിൽ. അപ്പൊ നമ്മള് പയറും മത്തങ്ങ എരിശ്ശേരിയിലേക്ക് ഞാൻ തേങ്ങ വറുത്തിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതിനുശേഷം നമുക്ക് കടുക്, വറ്റൽമുളക്, വേപ്പിലൊക്കെ വീണ്ടും വറുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് മോരുകറി കാളലിലേക്കുള്ള വറവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു പുട്ടിന്റെ കഷ്ണം എടുത്തിട്ട് പഴം കൂട്ടി കഴിച്ചു. ബാക്കിയുള്ള കോഫിയും കൂടി ഒന്ന് കഴിക്കട്ടെ. അങ്ങനെ ഞാൻ പച്ചക്കറി എടുത്ത് വെച്ച് തരുന്ന വേറെ ഒന്നിനല്ല, അവിയൽ ഉണ്ടാക്കണം നമുക്ക് ഇനി. അപ്പൊ ഏട്ടൻ എനിക്ക് ഉരുളൻകിഴങ്ങ് നന്നാക്കി തരുന്നുണ്ട്. ഉരുളൻകിഴങ്ങ് മസാല ഉണ്ടാക്കാനുണ്ട്, ഒരു ഇറച്ചിക്കറി പോലത്തെ ഒരു ഉരുളൻകിഴങ്ങ് മസാല ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ അവിയലിന്